ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് പാസ്ത ഉണ്ടാക്കിയാലോ. ഇതിന് ഫ്രഷ് ക്രീം ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് നമുക്ക് ചൂടായ ഓയിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ആണ്. ഇനി നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പാസ്ത പുഴുങ്ങിയെടുക്കണം. അതിന് ഈ വെള്ളത്തിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കാം. ഇനി ഈ വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 2 പുഴുങ്ങിയ മുട്ട, പിന്നെ ഒരു സ്ലൈസ് ചീസ്, 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് വെജിറ്റബിൾ ഓയിലായാലും എടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ക്രഷ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തെടുക്കുക. പിന്നെ പാല് ചേർക്കുക. പാലില്ലെങ്കിൽ വെള്ളം കൂടി ചേർത്താൽ മതി. ഞാൻ വെള്ളമാണ് ചേർത്തിരുന്നത്. ഇനി ഫ്രഞ്ച് ഫ്രൈസും പാസ്തയും ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എഗ്ഗിൻ്റെ സോസ് ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കാം. ഇനി കുറച്ചും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് നല്ലോണം വീണ്ടും മിക്സ് ആക്കുക. അങ്ങനെ ഞാനിവിടെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് 2 സ്ലൈസ് ചീസും കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലോ ഫ്രഷ് ക്രീമോ ഒന്നും വേണ്ട. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ട്രൈ ചെയ്തിട്ട് താഴെ കമൻ്റ് അറിയിക്കുക. ബൈ.